ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നലെ നമ്മുടെ കാളി പൊട്ടൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവന് അകമഴിഞ്ഞ ഒരു ഇസ്രായേൽ സ്നേഹവും അതോടൊപ്പം തന്നെ ഇറാനെ സ്നേഹിക്കുന്ന, നമ്മുടെ രാജ്യത്തുള്ള ഇറാനെ സ്നേഹിക്കുന്ന ഓളികൾക്കുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഈ പൊട്ടൻ ഇന്നലെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തത്. അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വീഡിയോ നിങ്ങളിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇവന് പഴയ ഇറാനോട് ഭയങ്കര സ്നേഹമാണ്. ഇപ്പോഴത്തെ ഇറാനോട് ഇവനിക്ക് സ്നേഹമില്ല. കാരണം ഇപ്പോഴത്തെ ഇറാൻ എന്ന് പറയുന്നത് ഒരു തീവ്ര മുസ്ലിം രാഷ്ട്രമായിട്ടാണ് ഇവൻ കാണുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് കാണിക്കാം. ഇതിപ്പോൾ നമ്മുടെ ഏത് സംസ്കാരത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം ഒരുത്തൻ്റെയും തറവാട് സ്വത്തല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. കാരണം ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ചില വൃത്തികെട്ട എന്താ പറയുക ഓളികൾ വന്നിരുന്നുകൊണ്ടാണ്, ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് വലിയ ചർച്ച ചെയ്യുന്നത് ഇറാനെക്കുറിച്ച്, പലസ്തീനെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് സംസാരിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരാത്തത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മഹാരാജ്യത്ത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കണ്ടിരുന്നു. കാരണം ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇവന്മാരൊന്നും ഒരു അക്ഷരം പോലും പറയില്ല. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ചില ഫോട്ടോകളൊക്കെ ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇവന്മാർ തുറക്കത്തില്ല. വല്ല ഇറാനിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട്. കാരണം എപ്പോഴും ഇവിടുത്തെ ഒരു മുസ്ലിം ജനവിഭാഗത്തോട് അന്ധമായിട്ടുള്ള വൈരാഗ്യം, വിരോധം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഏത് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ആ പ്രശ്നം വന്നാലും ആ രാജ്യത്തെ എല്ലാം തീവ്രവാദത്തിൻ്റെ കണ്ണോടുകൂടി കാണുന്ന ഇതുപോലുള്ള വൃത്തികെട്ട ഊളകൾ ഇവന്മാരാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. അബാ ബജ്രംഗി എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളി, ഇവനെ കുറിച്ചിട്ട് ഇവൻ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 97 മുസ്ലിങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നൊടുക്കിയിട്ടുള്ളവൻ. അവൻ പിന്നെയും പറഞ്ഞെന്താണ്, എന്നെ അങ്ങോട്ട് ഇറക്കി വിടൂ, ഞാൻ പോയിട്ട് ബാക്കിയുള്ളവരും കൂടെ തീർത്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ബീഫിൻ്റെ പേരിലാണെങ്കിലും, അല്ലെങ്കിൽ പിന്നെ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരെ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കാൻ ശ്രമിക്കുകയും അതിൽ കൂടെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന എത്ര സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ഒരക്ഷരം മിണ്ടാൻ, നീ ഈ രാജ്യത്തോട് കൂറുള്ളവനാണെങ്കിൽ, ഈ രാജ്യത്തെ ജനങ്ങളെ എല്ലാം നീ ഒരേപോലെ കാണുന്നവനാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചും കൂടെ നീ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ആൺകുട്ടിയാണെന്ന് നമ്മൾ പറയാം. അല്ലാതെ യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് കൊണയടിക്കുന്നതിൽ അർത്ഥമില്ല. ഞാനൊരു വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ കാളി മീഡിയയുടെ ഈ പഴയ ഇറാനും ഇപ്പോഴത്തെ ഇറാനും തമ്മിലുള്ള അവൻ താരതമ്യം ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. ये क्या है? बोना सिंह, पूरा नाम बोल। जोर से बोल। कहाँ रहता है बेटा? हिवरा। यहाँ क्यों आया था? मेहमान यहाँ क्यों आया था? आधी रात को यहाँ क्यों आया था? 10 बजे। ये कहाँ है? दो बच्चे, दो। नाम है तुम्हारा? हाँ, जब तक नाम क्या है? हाँ, जाती है? डुडवे। धर्म बारेला है क्या तेरा? धर्म भी नहीं पता तेरे को? മറ്റു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുക, അവരെ മൃഗത്തിന് തുല്യമായി തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ട് ഒരക്ഷരം ഒന്നും മിണ്ടാൻ നിന്റെ നാവ് പൊന്തുവോ? എന്നാലും ഇനിയിപ്പോൾ നമുക്ക് പഴയ ഇറാനെ കുറിച്ചിട്ടും പുതിയ ഇറാനെ കുറിച്ചിട്ടും ഇവൻ്റെ ഒരു വിലയിരുത്തലുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടോ. ഈ ഇറാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്ന ഇറാനാണെന്നറിയാം നമുക്ക്? എത്ര സുന്ദരമായിട്ടുള്ള രാജ്യമായിരുന്നു അറിയാം നമുക്ക്. അതൊക്കെ പറഞ്ഞാലേ ഇവിടെ പല ആളുകൾക്കും കുരു പൊട്ടിപ്പോകും. ഇതായിരുന്നു ആദ്യത്തെ ഇറാൻ. കണ്ടു നോക്കുന്നത് എന്ത് ഭംഗിയാണെന്നറിയാം. അവിടെ എന്തൊരു നല്ല മനുഷ്യരായിരുന്നറിയോ? നല്ല വിദ്യാഭ്യാസമുള്ള യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്ന, നല്ല നല്ല പഠനങ്ങൾ പഠിച്ചിറങ്ങിയ, നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള, സംസ്കാരമുള്ള ആളുകളുള്ള ഒരു രാജ്യമായിരുന്നു ഇറാൻ. ഇന്നാ ഇറാനുണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഇതിൽ പല സ്ത്രീകളും, ഇപ്പോൾ ഈ കാണുന്ന കൂട്ടത്തിലെ പല സ്ത്രീകളും ഇത് ആഗ്രഹിച്ചിടുന്നതല്ല ഇറാനിൽ. അത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തല്ലിക്കൊല്ലും. അവിടെ സ്ത്രീകൾ പഠിക്കേണ്ടതില്ല എന്ന് വരെ തീരുമാനിക്കുന്ന ആളുകളാണ് ഇപ്പോൾ അവിടെയുള്ളത്. പഴയ ഇറാനായിരുന്നെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇറാൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. കാരണം ഇറാൻ അത്രത്തോളം പവിത്രമായിരുന്നു. ആ നാടിനങ്ങ് നശിപ്പിച്ച് കളഞ്ഞു മതം എന്ന് പറയുന്ന ഭീകരത. ഈ മതഭ്രാന്ത് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്.
മനസ്സിലാവുന്നുണ്ടോ? അതായത് കുറച്ചുകൂടിയൊക്കെ പ്രായമുള്ള ആൾക്കാരപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ അപ്പോൾ അതിന് മറുപടി പറയും, നീ പറഞ്ഞത് കറക്റ്റാണ് മോനെയെന്ന്. അങ്ങനെ ഇറാൻ ഞങ്ങൾ കണ്ടിരുന്നുവെന്ന്. ഇന്ന് കാണുന്ന ഇറാനും ആ ഇറാനും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നും അവർ പറയുമായിരുന്നു. ആ രാജ്യത്തെ മതഭീകരന്മാർ അതിൻ്റെ തലപ്പത്ത് കയറിയിരുന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് ഞാനിങ്ങനെ ആലോചിക്കും, ഇറാനൊരു എന്താ പറയുക, പഴയ പോലെയുള്ള ഒരു ഇറാനായിരുന്നെങ്കിൽ ഇന്ന് സമ്പത്ത് വ്യവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ലോകത്തിൽ നമ്പർ 1 ആയന് ഇറാൻ. ഇവിടെ മതം എന്ന് പറയുന്ന ഒരു സാധനം വന്നതോടുകൂടി ആ നാട് നശിച്ച് നാറാണക്കല്ലെടുത്തു. ഇന്ന് പല ആളുകളും അവിടുത്തെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ അവിടുത്തെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ എന്താ പറയുക കട്ടൗട്ടുകളൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഒരു താല്പര്യമില്ലാത്ത ആളാണ് അവിടെ കയറിയിരിക്കുന്നത്. പക്ഷെ അവർക്കത് പറയാൻ പറ്റില്ല. ഒരു സ്ത്രീ അവൾ എങ്ങനെ നടക്കണം, അവൾ എങ്ങനെ ചിന്തിക്കണം, അവൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ സർക്കാരാണ്. അതായത് മതഭ്രാന്ത് നിറഞ്ഞ സർക്കാർ. ആ സ്ത്രീക്ക് ആ മണ്ണിലൊരു സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇസ്രായേൽ ഈ പറയുന്ന ഇറാനിലോട്ട് ബോംബിടുമ്പോഴും മിസൈൽ ഇടുമ്പോഴൊക്കെ ആഹ്ലാദിക്കുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഈ പറയുന്ന ഇതിൻ്റെ പ്രധാനമന്ത്രിയെ കൊന്നു തരുമോ എന്ന് ചോദിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ നാട്ടിൽ ആ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന, ഇത് ആ സ്ത്രീകളുടെ വേദന കണ്ടുകൊണ്ട് പുരുഷന്മാരതിൽ ഇടപെടാമെന്ന് വിചാരിച്ചാൽ അവരെയും തല്ലിക്കൊല്ലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് ഇന്ന് ഇറാൻ കൈകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ്റെ കൂടെ നമുക്ക് താല്പര്യമില്ലാത്തത്. ഇവിടുത്തെ കുറേ മതയോളികൾ ഇറാന് സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം ഞങ്ങളുടെ നാട്ടിലില്ലാത്ത അത്രയും മതഭ്രാന്ത് ആ നാട്ടിലുണ്ടല്ലോ എന്നാലോചിച്ചിട്ടാണ്. അല്ലാണ്ട് ആ നാടിനെ സ്നേഹിക്കുന്നതുകൊണ്ടൊന്നുമല്ല. എനിക്ക് കാണിക്കാൻ പറ്റാത്ത മതഭ്രാന്ത്, എനിക്ക് കാണിക്കാൻ പറ്റാത്ത തീവ്രവാദം, എനിക്ക് കാണിക്കാൻ പറ്റാത്ത എന്താ പറയുക ആ ഒരു പവർ, മതത്തിൻ്റെ പവർ അവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു അനുകമ്പയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രേമമാണ് അവർക്ക് ഇറാനോട്. അല്ലാതെ ഇറാൻ വലിയ സമ്പന്ന രാഷ്ട്രമായതുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ സംസ്കാര സമ്പന്ന രാഷ്ട്രമായതുകൊണ്ടല്ല. എനിക്ക് പറ്റാത്തത് അവർക്ക് പറ്റുന്നുണ്ടല്ലോ. എനിക്ക് മതം പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അവിടെയുള്ള ആളുകൾക്ക് പറ്റുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് കിട്ടാനുള്ള കാരണം. മനസ്സിലായോ? പിന്നീട് ഉള്ളൊരു പ്രശ്നം എന്താണ്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ജൂതരാഷ്ട്രമാണ്. അവർക്ക് ജൂതന്മാർ കാള പോലെ വളർന്ന ഈ സംഖ്യയോളിയോട് ഒരു 2-3 ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ ഒരു പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ബുർക്ക ധരിച്ച് കോളേജിൽ എത്തിയപ്പോഴത്തേക്ക് ഈ സംഖ്യയോളികൾ, നിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സംഖ്യവാണമോളികൾ, ആ പെൺകുട്ടിക്ക് നേരെ വന്നിട്ട് ജയ് ശ്രീറാം മുറക്കിയത് നീ കണ്ടതാണോ? ഈ നടന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. നീ കണ്ടിട്ടുണ്ടോ? നീ കണ്ടു കാണാൻ സാധ്യതയില്ല. കാരണം നിന്റെ മനസ്സിലും നിന്റെ ചിന്താഗതിയിലും മുഴുവൻ ചാണകം കുത്തി നിറച്ചിരിക്കുക. അപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രമേ കാണത്തുള്ളൂ. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് അവരുടെ രാജ്യം നടപ്പാക്കുന്ന നിയമങ്ങൾ എന്താണോ അത് അവരവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഈ ഒരു രാജ്യത്ത് ഇവിടെ പലരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന സംഘി ഊളകളെ കുറിച്ചിട്ട് ഒരക്ഷരം നീ ഒന്ന് പറ. ഒരു പാസ്റ്ററിനെ പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് തല്ലിച്ചതച്ചത് നീ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഇപ്പം നമ്മുടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തിനാണ് വല്ല രാജ്യത്തോട്ടും പോകുന്നത്? നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അതിനെ നീ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നീ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നോട് കുറച്ചും കൂടെ ഒരു ബഹുമാനം തോന്നിയായിരുന്നു. കാരണം നിന്റെ മനസ്സിൽ മുഴുവൻ ഈ ഒരു മതവിഭാഗത്തോടുള്ള അന്ധമായിട്ടുള്ള വിരോധവും വൈരാഗ്യവും തന്നെയാണ് നിന്നെക്കൊണ്ട് ഇതിങ്ങനെ നിരന്തരം പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ, പഴയ ഇറാൻ എങ്ങനെയായിരുന്നു, പുതിയ ഇറാൻ എങ്ങനെയായിരുന്നു? പഴയ ഇറാൻ ആയിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതിനാ, പുതിയ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തതിനാ. നിന്റെ സപ്പോർട്ടും കാത്താണ് അവിടെ ഇരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം ഇപ്പോഴും ഇസ്രയേലും ഇറാനുമായി യുദ്ധം ചെയ്തപ്പോൾ ആദ്യം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വിളിച്ച് സപ്പോർട്ട് കൊടുത്തത് ഇറാനാണ്. കാരണം ഇറാനും ഇന്ത്യയുമായിട്ട് ആ കാലത്തും ഇക്കാലത്തും ഒക്കെ ഒരേപോലെ തന്നെയുള്ള ബന്ധങ്ങൾ. അതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നീ സാധാരണ ഒരു മനുഷ്യനായി ചിന്തിച്ചാൽ മാത്രം മതി. ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിന്നെ ഇവിടെ ആരും അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇതുപോലുള്ള ഓളികളാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുകയും ഈ രാജ്യത്തിന്റെ പുരോഗതിക്കൊക്കെ വിഘ്നം വരുത്തുന്നതും ഇതുപോലുള്ള ഈ പറഞ്ഞ ചാണക ഓളികളാണെന്ന് പറയാതിരിക്കാൻ വയ്യ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും